ഹേയ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെയുള്ള കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീയും പിന്നെ ഇതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഴം ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തതും കൂടെ ഒന്ന് വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ കണ്ണൂർ സൈഡിലൊക്കെ കായ് വാട്ടിയതെന്നാണ് പറയൽ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആയി പോകും. അപ്പോൾ ഈ സമയം കൊണ്ടുണ്ടല്ലോ പാലിലുള്ള ക്രീം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ബട്ടറിൻ്റെ ഒരു വീഡിയോ ചെയ്തതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പാൽ തിളപ്പിച്ച് വെച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ രാവിലെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ മേലെ നല്ല തിക്കായിട്ടുള്ള ക്രീം നിൽക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ നല്ല പ്യുവറായിട്ടുള്ള ഗീയും ബട്ടറൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ചാൽ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്യുവറായിട്ടുള്ളത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ ചെയ്യുന്ന ഒരു പണിയാണ് ഇതൊക്കെ. അപ്പോൾ ഞാനിത് ഡെയിലി ചെയ്യുന്നതല്ല കേട്ടോ. ഒരു 3-4 ദിവസമൊക്കെ എനിക്ക് ഈ പാൽ തികയും. എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള ക്രീം കിട്ടണമെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ഒരു പാലുണ്ടല്ലോ, നമ്മൾ ക്രീം സെപ്പറേറ്റ് ചെയ്ത ഈ ഒരു പാൽ ഇതുപോലുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ. ഏത് ബോട്ടിലാണെങ്കിലും എടുക്കുക, പ്ലാസ്റ്റിക്കിൻ്റെത് ഗ്ലാസിൻ്റെത് ഏത് വേണമെങ്കിലും എടുക്കുക. ഇനി ഈ പാലിൽ ഞാൻ കൂടുതൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലാണ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യും. പിന്നെ ഇതാ പഴയലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഞാനിതുണ്ടല്ലോ 2 ബാച്ചായിട്ടാണ് ചെയ്യുന്നത്, 2 ആൾക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കായ് വാട്ടിയതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ കോഫിയും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഇതാ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കലാണ്. അപ്പോൾ ഞാനിത് വീക്കിലിയാണ് റെഡിയാക്കൽ. നമ്മൾ 2 ആൾ മാത്രം ഇല്ലോണ്ട് തന്നെ കുറച്ച് നാൾ ഇത് എത്തും കേട്ടോ, ഇത്ര ആക്കി കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, ഓയിലിൻ്റെ ഒക്കെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വെളുത്തുള്ളിക്കലനുസരിച്ചിട്ട് അങ്ങനെ മാറ്റാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് വിനെഗറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ഇത്ര മതി, നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഞാൻ ഇതുപോലെയുള്ള ഗ്ലാസ് കണ്ടെയ്നറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കൽ, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ കേട്ടോ. നമ്മൾ കയ്യിലിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. പിന്നെ ഞാനിത് ഫ്രീസറിലൊന്നും അല്ല വെക്കൽ, കൂളറിൽ തന്നെയാണ് വെക്കൽ. ഒരാഴ്ചയൊക്കെ ഇങ്ങനെ എടുക്കും കേട്ടോ, ഒരാഴ്ചത്തോളം ഇത് പോവും. പിന്നെ ഒരാഴ്ചക്ക് മേലെ നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം എനിക്ക് അത്രയും എത്തും. അതുകൊണ്ട് അത് കറക്റ്റ് അറിയില്ല ഇതിൻ്റെ ഒരു സ്റ്റോറേജ് എങ്ങനെയാണ്. അപ്പോൾ ഇഞ്ചി ഇതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനെഗറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിച്ചണിൽ ചെയ്ത് വെച്ചാൽ നമ്മൾക്ക് കുക്കിങ്ങൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നും കേട്ടോ. അല്ലാണ്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ പേസ്റ്റ് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം അവിടെ വേസ്റ്റായി പോകുന്നത് പോലെ എനിക്ക് തോന്നലുണ്ട്. പിന്നെ നമ്മളിതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഫ്രഷ്നെസ് ഒന്നും പോകുന്നത് ചെയ്യില്ല കേട്ടോ. ഒരാഴ്ചത്തോളം ഫ്രഷ്നെസ് പോകാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എന്താ പറയുക, ലഞ്ചിന് വേണ്ടിയിട്ട് ബീഫ് റോസ്റ്റാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മളിത് ജോഗിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ബീഫ്. നമ്മൾ എപ്പോഴും വാങ്ങുകയും ചെയ്യില്ല, വല്ലപ്പോഴും അങ്ങനെ ബീഫ് വാങ്ങുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഞാൻ 1 കിലോ ബീഫ് 4 പാർട്ടാക്കി എടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ഉള്ളി 2 തക്കാളിയും കൂടെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂണ് എന്താ പറയുക കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇതിലൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ഉപ്പും മഞ്ഞളും കുരുമുളകൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഡയറക്റ്റ് അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക, ഒന്ന് എന്താ പറയുക വേവിച്ചിട്ടെടുക്കുക. പിന്നെ പ്രഷറിൻ്റെ ഒന്നും ഇത് പറയുന്നില്ല, ഓരോരോ ആൾക്കാരെ കുക്കറിനനുസരിച്ചിട്ടും ഫ്ലെയിമിനനുസരിച്ചിട്ടൊക്കെ ഇത് മാറ്റിണ്ടാവും കേട്ടോ. നല്ലോണം ഒന്ന് എന്താ പറയുക വേവിച്ചിട്ടെടുക്കുക. പിന്നെ നമ്മൾ മുളക് മല്ലി ഇതൊക്കെ ഇതുപോലെയുള്ള ബോക്സിലാക്കി വെച്ചാലില്ലേ
എന്താ പറയുക, നമുക്ക് എല്ലാം കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എല്ലാം അടുത്ത് തന്നെ ഉണ്ടാവും, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെടുക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ബീഫ് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ടില്ലേ കുറച്ച് സ്ട്രോബെറിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ സ്ട്രോബെറി സീസണെല്ലാം ആയതുകൊണ്ട് നല്ല ഓഫറൊക്കെ കാണുമല്ലോ, അന്നേരം നമ്മൾ കൂടുതൽ അങ്ങനെ വാങ്ങി സ്റ്റോർ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രോസണൊക്കെ ആക്കി വെക്കാനും പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാത്ത നല്ല ജാമൊക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെക്കൽ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിൽ നമ്മൾ കാണാത്ത ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉണ്ടല്ലോ എന്താ പറയുക, ഈ ഒരു സ്ട്രോബെറിയിൽ പഴുത്തതും പഴുക്കാത്തതൊക്കെ ഉണ്ട്, എല്ലാം മിക്സായിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇതിൻ്റെ ആ ഒരു ലീഫ് ഉണ്ടല്ലോ അറ്റത്തുള്ള അതൊന്ന് കളയുന്നുണ്ട്. ഇനി ഇത് എല്ലാം അങ്ങനെ കുറച്ച് കളയൽ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അങ്ങനെ കളഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ ഇല്ലേ ഈ ഒരു സ്ട്രോബെറി ഇതിങ്ങനെ കാണുന്നത് ഞാൻ ഇത്താത്താൻ്റെ വീട്ടിലൊക്കെ സ്ട്രോബെറിയിൽ ഇങ്ങനെ മരത്തിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ കളയാനും മനസ്സില്ല, അങ്ങനെ കുറച്ച് നേരം എടുത്തിട്ട് കുറച്ച് ഫോട്ടോകൾ എടുത്ത് അങ്ങനെ നോക്കി. അപ്പോൾ ഇത്താത്താൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ സ്ട്രോബെറി കുറേ പിടിച്ചിട്ട് കണ്ടിട്ടുണ്ടായത്. കാരണം ഒരു നല്ല പ്ലാന്റ് ലവർ ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ റാസ്ബെറി സ്ട്രോബെറീസൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവലുണ്ട് കേട്ടോ. ഇനി ഇതാ ഈ ഒരു സ്ട്രോബെറിയിലേക്ക് കുറച്ച് അധികം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂണിലും മേലെ ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് വിനെഗറാണ് യൂസ് ചെയ്യുന്നത്. വിനെഗർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് 2-3 ടേബിൾ സ്പൂണോളം വിനെഗർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു സ്ട്രോബെറിയിലേക്ക്. സ്ട്രോബെറിയില്ലേ ഇതിങ്ങനെയൊക്കെ വാഷ് ചെയ്തെടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതിൽ നമ്മൾ കണ്ണിൽ കാണാത്ത കുറേ പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്തായാലും കഴിക്കുമ്പോഴായാലും എന്തെങ്കിലും ആക്കി ഫ്രോസൺ ആക്കി വെക്കുന്നതായാലും ഇതുപോലെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കലാണ് കേട്ടോ. അതിന് ശേഷം മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ഫ്രോസൺ ആക്കി വെക്കുക, ജാമാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ ഇതില്ലേ ഉപ്പും വിനെഗറെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു അരമണിക്കൂറിന് അധികം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുള്ള സ്ട്രോബെറീസ് ഒരു ടിഷ്യൂവിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് വെള്ളയിലൊന്ന് ഒപ്പിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സ്ട്രോബെറിൻ്റെ വാഷിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇങ്ങനെ വാഷൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇങ്ങനെ വാഷ് ചെയ്തിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞു മക്കൾക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് വയറിനൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിത് ശ്രദ്ധിക്കാണ്ട് പോകുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് പ്രത്യേകിച്ചിട്ട് പറയുന്നത്. ഞാനൊന്നും മുന്നേ അങ്ങനെ കഴിക്കലില്ല കേട്ടോ. കണ്ട ഒട്ടനെ തന്നെ വേഗം ഒന്ന് വാഷ് ചെയ്തിട്ട് വേഗം ഒന്ന് കഴിക്കലാണ്. പിന്നെയാണ് ഇതിങ്ങനെയൊക്കെ വാഷ് ചെയ്യണം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെയൊന്നും വാഷ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇങ്ങനെയെല്ലാം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്തല്ലേ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ മൺപാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏത് കടായി വേണമെങ്കിലും എടുക്കുക. കാസ്റ്റ് അയണൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറിയ പീസ് പട്ടയും 2 പീസ് ഗ്രാമ്പും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 3 വലിയ സൈസിലുള്ള ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ സോട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബീഫൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒന്ന് നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 വലിയ സൈസുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നല്ല സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് വരും. ഇനി ഇതാ 1/4 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും 1/4 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 6 പച്ചമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കുക. ഇത് കൂടുതൽ സ്പൈസി ആയി കഴിഞ്ഞാലാണ് കേട്ടോ ഈ ഒരു ബീഫ് റോസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും 1.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ ഫെനൽ സീഡ് പൗഡർ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പൊടികളെല്ലാം നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു പാൻ വെച്ചിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടെടുത്താലും മതി. കൂടുതൽ അങ്ങനെ സ്മെല്ലൊന്നും വരാൻ നിൽക്കരുത് കേട്ടോ. വെള്ളം ചൂടാക്കി അങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് ഇതാ ഈ ഒരു ഉള്ളിയെല്ലാമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ബീഫിൻ്റെ ആ ഒരു സ്റ്റോക്കോട് കൂടി
ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ടിനി. പിന്നെ മൺപാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിനെല്ലാം അനുസരിച്ചിട്ട് ഫ്ലെയിം നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കലാണ് അടുത്ത പണി എന്ന് പറയുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് എന്താ പറയുക 2 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്തിട്ടൊന്ന് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഞാനിതാ 2 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. അപ്പോൾ നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ പിന്നെ വേണ്ടേ അങ്ങനെയെല്ലാം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കണ്ട. ലാസ്റ്റിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് വെളിച്ചെണ്ണൻ്റെ. അപ്പോൾ എന്താ പറയുക ഞാനിത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു പാത്രം അടിയിൽ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഇറക്കി വെക്കാം. ഇനി നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഇതാ 1 ടേബിൾ സ്പൂണ് ഗീ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണ ആയാലും എടുക്കാം കേട്ടോ. പിന്നെ 2 പീസ് ഗ്രാമ്പു, ചെറിയ പീസ് പട്ടി, പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടിട്ടൊന്ന് മുപ്പിച്ചിട്ടെടുക്കുക. ഇനി ഇതാ കഴുകി വെള്ളയിൽ ഊറ്റിയെടുത്ത അരി ഉണ്ടല്ലോ അത് ഈ ഒരു ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഞാൻ മുന്നേലും ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായത് വെള്ളത്തിൽ അരി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് അരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ അരി എന്താ പറയുക റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. കൂടുതൽ അങ്ങനെ ചൂട് ഇതാവരുത്. ഇനി ഇതിലേക്ക് എന്താ പറയുക 2 കപ്പ് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 3 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടല്ലോ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് കിട്ടും. ഇടയിൽ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടൊന്നും ആവശ്യം വരില്ല കേട്ടോ. പിന്നെ അടിയിൽ പിടിക്കുമെന്നൊക്കെ സംശയമുള്ള ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ ഒരു ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇൻഷാ അല്ലാ ഇനിയും നല്ല നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സി യു.